ഹായ് ഡിയേഴ്സ്, നമ്മളിവിടെ കാണിക്കാൻ പോണത് ഒരു ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ആണ് കേട്ടോ. ഫ്രണ്ടിൽ പ്ലീറ്റൊക്കെ ഉള്ള ഒരു അമല മോഡൽ എന്ന് പറയുന്ന ഒരു ഫ്രോക്ക് നൈറ്റി ആണ് ഇവിടെ കട്ട് ചെയ്യാൻ പോണത്. ഇതൊരു കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണത് കേട്ടോ. ഇപ്പം ബാക്ക് പീസ് മാത്രമാണ് ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്യുന്നത്. 47 ഇഞ്ച് ലെങ്ത്താണ് അതിനുള്ളത്. അപ്പോൾ നമ്മൾ ടോട്ടൽ 49 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ചെസ്റ്റ് അളവ് 46 ഇഞ്ചാണ്. നമുക്കിവിടെ ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ 7 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടോ. ഇനി ആം ഹോള് ഒരു 7.5 ഇഞ്ചും നമ്മളിവിടെ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഇവിടെ വേസ്റ്റ് അളവ് 14 ഇഞ്ച്, ഹിപ്പ് അളവ് 21 ഇഞ്ച് അടയാളപ്പെടുത്തി. ചെസ്റ്റ് 46 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 11.5 ഇഞ്ചും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ടോട്ടൽ 13 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി. ഇനി വേസ്റ്റ് അളവ് 10.5 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി ഹിപ്പിൻ്റെ അവിടെ നമ്മൾ ഒരു 14 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് അത്യാവശ്യം. പിന്നെ ലൂസ് കിട്ടത്തക്ക വിധത്തിൽ ഒരു 14 ഇഞ്ച് ആണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത് കേട്ടോ. ഇത് 290ൻ്റെ ബിറ്റാണ് കേട്ടോ, മാക്സി ബിറ്റാണിത് 290ൻ്റെ. നമുക്ക് ഇവിടെ ഒരു ഹോൾ അടയാളപ്പെടുത്താം. നമുക്ക് ഈ പോയിൻ്റ് എല്ലാം കൂടി ഒന്ന് കൂട്ടി വരയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് പീസിൻ്റെ എല്ലാ മെഷർമെൻറ്റും അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്യണത് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ്. ഓണത്തിൻ്റെ ഓഫറായിട്ട് ഷിപ്പിംഗ് ചാർജൊക്കെ, പിന്നെ ഒന്നിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഇല്ല കേട്ടോ. അങ്ങനെ ബാക്ക് പീസ് കട്ട് ചെയ്യൽ കഴിഞ്ഞു കേട്ടോ. നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം. ഇത് ഫ്രണ്ട് പീസാണ് കേട്ടോ. ഫ്രണ്ട് പീസിൽ നമ്മൾ 49 ഇഞ്ച് ലെങ്ത്താണ് അടയാളപ്പെടുത്താൻ പോണത്. ഇതിൽ ഫ്രണ്ടിൽ പ്ലീറ്റൊക്കെ വരുന്ന മോഡലായതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യണത്. നമുക്കിതിൽ 49 ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്താം. ഇതിന് ശേഷം നമ്മൾ ഈ മടക്ക് വശത്തു നിന്ന് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തുക. താഴെ വരെ അങ്ങനെ അടയാളപ്പെടുത്താം കേട്ടോ. 3 ഇഞ്ച് നമ്മൾ 3 ഇഞ്ച് താഴെ വരെ അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇനി 3 ഇഞ്ചിൻ്റെ അപ്പുറത്തു നിന്നാണ് നമ്മൾ പിന്നെ ബാക്ക് പീസ് വയ്ക്കാൻ പോണത്. അങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യണത്. നമ്മൾ വെട്ടി കഴിഞ്ഞ ബാക്ക് പീസ് നമുക്ക് ആ 3 ഇഞ്ച് മുതൽ വയ്ക്കാം. അപ്പോൾ നമ്മൾ ബാക്ക് പീസ് ഫ്രണ്ട് പീസിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നമ്മൾ ബാക്ക് പീസ് ഫ്രണ്ട് പീസിൻ്റെ മുകളിലായിട്ട് വെച്ച് നമുക്ക് അടിഭാഗം ഒന്ന് ഒപ്പാക്കി വെട്ടാം കേട്ടോ. നമ്മൾ ഇതും കൂടെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഫ്രണ്ട് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി അതിന് ശേഷം നമുക്ക് യോക്കിൽ പ്ലീറ്റ് വരുന്ന മോഡലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ യോക്ക് ഭാഗം വെട്ടി മാറ്റണം ഫ്രണ്ട് പീസിൻ്റെ. അതിനായിട്ട് നമ്മൾ ഈ 3 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയല്ലോ, അവിടെ നിന്ന് മുതൽ ഒരു 2.25 ഇഞ്ച് നെക്കിൻ്റെ വീതി നമ്മൾ അടയാളപ്പെടുത്തി. 2.25 മുതൽ ഒരു 2 ഇഞ്ചും കൂടെ നമ്മൾ അടയാളപ്പെടുത്തി. ഈ യോക്കിൻ്റെ ലെങ്ത്ത് 10.5 ഇഞ്ചിൽ നമ്മൾ അടയാളപ്പെടുത്തി കേട്ടോ. 10.5 ഇഞ്ച് യോക്കിൻ്റെ ലെങ്ത്ത് അവിടെയാണ് നമ്മൾ പ്ലീറ്റ് ഇടാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 3 ഇഞ്ച് അവിടെ എക്സ്ട്രാ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കിത് കൂടി വെട്ടാൻ വേണ്ടിയിട്ട് വരയ്ക്കാം. എല്ലാവർക്കും മനസ്സിലാവണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്.
നമുക്ക് ഈ യോക്ക് പീസ് വെട്ടി മാറ്റാം കേട്ടോ. ഈ യോക്ക് പീസ് ആണ് നമ്മൾ പ്ലേറ്റ് ഇട്ടതിന് ശേഷം അവിടെ ചേർക്കണത്. ഇതിന് വേറെ കളർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ. യോക്ക് പീസ് ഇതിന് യോജിച്ച കളർ കിട്ടുകയാണെങ്കിൽ ഈ 2 ഇഞ്ചും കൂടെ നമ്മൾ വെട്ടി മാറ്റുകയാണ്. ഇത് നമുക്ക് വേണ്ട. ഇനി യോക്ക് പീസ് ഇപ്പോൾ നമ്മൾ വെട്ടിയ യോക്ക് പീസ് ഉണ്ടല്ലോ, അതിലാണ് നമ്മളിനി നെക്കൊക്കെ അടയാളപ്പെടുത്താൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 2.25 ഇഞ്ച് നെക്കിൻ്റെ വീതി അടയാളപ്പെടുത്താം. 2.25 ഇഞ്ച് നെക്കിൻ്റെ വീതി കേട്ടോ. ഇനി ഒരു 6-6.25 ഇഞ്ചൊക്കെ നെക്കിൻ്റെ ലെങ്ത്തും അടയാളപ്പെടുത്താം. അതിന് ശേഷം നമുക്ക് ഞാൻ വി നെക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു കർവായിട്ടുള്ളൊരു വി നമുക്കിവിടെ വരയ്ക്കാം. നമുക്ക് നെക്ക് വെട്ടി മാറ്റാം. യോക്ക് പീസിൻ്റെ നെക്ക് നമ്മൾ വെട്ടിക്കഴിഞ്ഞു. നമ്മളെ ബാലൻസ് ഉള്ള പീസാണിത്. ഫ്രണ്ട് പീസും ബാക്ക് പീസും വെട്ടിയതിന് ശേഷം ആ മെറ്റീരിയലിൽ ആ ബിറ്റിലുള്ള ബാലൻസ് പീസാണ്. ഇതിൽ നിന്നാണ് നമ്മൾ കൈ വെട്ടാൻ പോകുന്നത്. കസ്റ്റമർ പഫ് കൈയാണ് വയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു 2-3 ഞൊറിയൊക്കെ ഇട്ടിട്ടുള്ളൊരു പഫ് കൈയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി പഫ് കൈ വെട്ടാം. അപ്പോൾ കസ്റ്റമർക്ക് 7 ഇഞ്ചാണ് പിന്നെ സ്ലീവ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു 8 ഇഞ്ചാണ് ഞാൻ ഇവിടെ അളവെടുക്കുന്നത്. താഴേക്ക് ഞൊറി വിടാൻ വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തുകയാണ്. ഒരു 2-3 ഞൊറിയൊക്കെ 3 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി നമ്മൾ താഴോട്ട് സ്ലീവ് വെട്ടാൻ വേണ്ടി അടയാളപ്പെടുത്തുകയാണ്. ചെറിയ പഫാണ് കിട്ടും, 2-3 ഞൊറിയൊക്കെ. അപ്പോൾ നമ്മൾ സ്ലീവ് വെട്ടാണ്. ഇനി നമുക്ക് ഇതിന് ബാലൻസുള്ള പീസൊന്ന് നമ്മൾ നെക്ക് അടിച്ചിട്ട് മറയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ വീനക്കാണല്ലോ, ആ വീനക്ക് അടിച്ച് മറിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് നമുക്ക് വെട്ടിയെടുക്കാം. നമ്മളെ ബാലൻസുള്ള പീസാണ്, നമ്മൾ എല്ലാം വെട്ടിക്കഴിഞ്ഞതിന് ശേഷമുള്ള പീസാണ്. അതിൽ നിന്നാണ് നമ്മൾ നെക്ക് അടിച്ച് മറിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ് വെട്ടിയെടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.